എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് LG ഡബിൾ ഡോർ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ PCB ആണ് നോക്കുന്നത്. ഇത് കൊണ്ടുവന്നിരിക്കുന്ന ടെക്നീഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് 1 by 1 ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഇത് ഓക്കെ ആണോ എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പവർ കോഡ് ഇന്ന് വരുന്നത്. ഇത് നമ്മുടെ കംപ്രസർ പോകുന്നത്, പിന്നെ ഇവിടെ ഹീറ്റർ കാര്യങ്ങൾ, ഇവിടെ സെൻസർ കാര്യങ്ങൾ, പിന്നെ ഇത് ഡിസ്പ്ലേ, പിന്നെ ഓക്കെ. പിന്നെ ഇതാണ് ഇതിൻ്റെ റീസെറ്റ് ബട്ടൺ. റീസെറ്റ് അല്ല, നമ്മുടെ ഇത് ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്രസർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ഒരു 5 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്രസർ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ഈ പവർ സപ്ലൈക്കകത്ത് എന്തെങ്കിലും ഇൻറ്റേർണൽ ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോ പവർ ഇഷ്യൂ ആയതുകൊണ്ടിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ബീപ്പ് മോഡിൽ, മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലാക്കിയിട്ട് ഓക്കെ. ഈ ഫ്യൂസ് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഫ്യൂസ് കുഴപ്പമില്ല. ഇത് NDC ആണ്. NDC ഒക്കെ ഓക്കെയാണ്. ഇത് തിരിച്ച് വെച്ചിട്ട് ഓരോന്നായിട്ട് കപ്പാസിറ്ററിൻ്റെ സൈഡ് നോക്കാം. 4 കപ്പാസിറ്റർ ഉണ്ടാവും. 1 2 3 4 1 2 3 4 കപ്പാസിറ്റർ ഉണ്ടാവും. 4 കപ്പാസിറ്ററിലും ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ബീപ്പൊന്നുമില്ല. അപ്പോൾ ഇൻറ്റേർണലി ഷോർട്ടിങ് ഒന്നുമില്ല. ഡയോഡിൻ്റെ സൈഡ് ചെക്ക് ചെയ്യാം. ഡയോഡിൻ്റെ സൈഡും ഷോർട്ടിങ് ഇല്ല. ഡയോഡിൻ്റെയും കപ്പാസിറ്ററിലും ഷോർട്ടിങ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിയിൽ ഹൈ വോൾട്ടേജിൽ സെക്ഷനിൽ ഷോർട്ടിങ് ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ നമുക്കിത് ഒന്ന് സീരിയൽ കണക്ഷൻ കൊടുത്ത് നോക്കാം. സീരിയൽ കണക്ഷൻ കൊടുക്കുന്നതിന് നമുക്ക് ഇവിടെ, അതായത് AC ഇന്നിൽ സപ്ലൈ കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിൻ്റെ കണക്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി ഇത് ഈ ഒരു ബോർഡ് സീരിയൽ കണക്ഷൻ കൊടുക്കാം. പവർ പ്ലഗ് ചെയ്യുകയാണ്. ഓക്കെ, പവർ പ്ലഗ് ചെയ്തപ്പോഴത്തേക്കും ലൈറ്റ് കത്തിയിട്ട് അങ്ങണഞ്ഞു. ഇപ്പോൾ ഓൺ ബോർഡിലുള്ള LED കത്തുന്നുണ്ട്, അതായത് സപ്ലൈ വരുന്നുണ്ട്. ഇതിനകത്തോട്ട് സപ്ലൈ വരുന്നുണ്ട്. നമുക്ക് ഇനി IPM സൈഡിലോട്ടുള്ള സപ്ലൈകളൊക്കെ ചെക്ക് ചെയ്യാം. നമുക്കിനി IPM സർക്യൂട്ടിൽ വരുന്ന സപ്ലൈ എന്ന് പറയുന്നത് 5 വോൾട്ടും 15 വോൾട്ടുമാണ്. അതുണ്ടോ എന്ന് നോക്കണം. ബോർഡ് തിരിച്ച് വെച്ചിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ റെഗുലേറ്റിംഗ് IC ഉണ്ട്. 5 വോൾട്ട് റെഗുലേറ്റിംഗ് IC. ഈ 5 വോൾട്ട് റെഗുലേറ്റിംഗ് ICയിൽ സപ്ലൈ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ട്. ഇനി 15 വോൾട്ട് ചെക്ക് ചെയ്യണം. ഇവിടെ 15ഉം വരുന്നുണ്ട്, 5 വോൾട്ടും വരുന്നുണ്ട്. അപ്പോൾ IPM സൈഡിലോട്ട് സപ്ലൈയും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ടെക്നീഷ്യൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞത് ഇത് ഓണാകുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി ഇനി ഈ പവറോ അതോ കംപ്രസർ എടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, ഓണാകുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്. പക്ഷേ ഇത് ഓണാകുന്നുണ്ട്. ഇതിന് ഓണാവാത്തതിൻ്റെ ഒരു പ്രശ്നവും ഇത് കാണിക്കുന്നില്ല. ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബോർഡ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് IPM, അതായത് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കംപ്രസർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ
ഈ സൈഡിൽ സെൻസർ കണക്ട് ചെയ്യണം. ഈ ഒരു ടൈപ്പ് ബോർഡിൽ ഇവിടെ ആയിട്ടാണ് സെൻസറിൻ്റെ കണക്ഷൻ വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് സെൻസർ എന്ന്. ഇത് RT6D. ഇങ്ങനെ 3 സെൻസറിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു കംപ്രസർ എടുക്കത്തില്ല. അപ്പോൾ ഈ 3 സെൻസർ ആദ്യം കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഈ 3 സെൻസർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 10Kയുടെ റെസിസ്റ്റൻസ് എടുക്കാം. ഇതേ കണക്ക് 3 10Kയുടെ റെസിസ്റ്റൻസ് എടുത്തിട്ട് ഇതിൽ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 3 സെൻസർ കണക്ഷൻ കൊടുക്കുക. ഈ 3 സെൻസർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കംപ്രസർ ആക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 3 റെസിസ്റ്റൻസ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ IPMന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സാധാരണ ഇൻവെർട്ടർ ഫ്രിഡ്ജിൽ വരുന്ന കംപ്രസർ കണക്ഷനിൽ UVW എന്നായിരിക്കും. പക്ഷേ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് UVW അല്ല, സേവ്, പവർ, കോമൺ എന്നിങ്ങനെ 3 കണക്ഷനാണ് വരുന്നത്. ഇത് കോമൺ കണക്ഷൻ എന്ന് പറയുന്നത് ഈ IPM എന്ന് ഡയറക്റ്റ് ഈ OLP സ്വിച്ചിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു കണക്ടറിലോട്ട് വരും. അതിന് ശേഷം നമ്മൾ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ റിലേ ഈ റിലേ ആക്റ്റീവ് ആവും. ഈ റിലേ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇതിലും ഈ കോമണിലായിരിക്കും ആദ്യം സപ്ലൈ വരുന്നത്. ആ സമയത്ത് നമ്മുടെ കംപ്രസർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് റണ്ണിങ് ആയി വരുന്ന സമയത്ത് ഈ റിലേ ഓഫ് ആവും. ഈ റിലേ ഓഫായിട്ട് ഇത് സേവ് മോഡിലോട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ഒരു RPM എടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല കൂളിംഗ് വേണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു RPMൽ കറങ്ങും. ആ RPM കറക്റ്റ് റീച്ച് ആകുമ്പോഴത്തേക്കും സേവ് മോഡിലോട്ട് പോകും. എന്നിട്ട് RPM കുറയുമ്പോഴത്തേക്കും ഈ സേവ് മോഡിൽ തന്നെ കിടന്നിട്ട് RPM കുറയുകയും ചെയ്യും. പിന്നെ അതിനുശേഷം പിന്നെയും RPM കൂടുന്ന സമയത്ത് ഈ പവറിലോട്ട് വരും. ഈ റിലേ ഓണായിട്ട് ഈ പവറിലോട്ട് വരും. വന്നതിന് ശേഷം പിന്നെ ഫുള്ള് ആ ഒരു പവർ RPM ഫുള്ളായതിനു ശേഷം പിന്നെ ഇത് സേവ് മോഡിലോട്ട് പോകും. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ RPM സേഫ് ആയിട്ട് ഇങ്ങനെ റണ്ണായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കണക്ഷൻ രീതിയെയാണ് ഇൻവെർട്ടർ ലീനിയർ കണക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻവെർട്ടർ കംപ്രസറിൽ തന്നെ 3 ടൈപ്പ് കംപ്രസർ ഉണ്ടാവും. അതിൽ ഒന്നാണ് ഇൻവെർട്ടർ ലീനിയർ ടൈപ്പ് കംപ്രസർ, AC കംപ്രസർ, ഇൻവെർട്ടർ AC കംപ്രസർ, ഇൻവെർട്ടർ DC കംപ്രസർ. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ലീനിയർ കംപ്രസറാണ് വരുന്നത്. അപ്പോൾ ഈ കംപ്രസറിനകത്ത് മറ്റുള്ള കംപ്രസർ ഒരു RPM റൊട്ടേറ്റ് ചെയ്തിട്ടാണ് കറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്രസർ ലീനിയർ കംപ്രസർ എന്ന് പറയുന്നതിനകത്തൊരു പിസ്റ്റണാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ സോളിനോയിഡ് വാൾവ് പോലുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിനകത്ത്. ഒരു പിസ്റ്റനാണ്. ആ പിസ്റ്റൺ നമ്മുടെ ആ വോൾട്ടേജിനനുസരിച്ചിട്ട് ഫ്രണ്ടോട്ടും ബാക്കോട്ടും മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ RPM എന്ന് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ UVW ടെസ്റ്ററാണ്. ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഈ ടെസ്റ്റർ എങ്ങനെ ഇതിൽ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് UVW എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇതിൽ ഈ 3 വയറിൽ എങ്ങോട്ട് മാറിപ്പോയാലും കുഴപ്പമില്ല. ഇതിൽ കറങ്ങുമ്പോഴത്തേക്കും ഒരു സൈഡിലെ ലൈറ്റ് ആദ്യം കത്തും. അതായത് ഇപ്പോൾ
VW ആണ് കത്തുന്നത്. ചിലതിലാണെങ്കിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന രീതിയായിരിക്കും, ചിലത് WU ആയിരിക്കും കത്തുന്നത്. ഇത് രണ്ടും ആദ്യം ഇങ്ങനെ കത്തി നിൽക്കും. അതിനുശേഷം അതിന് ഓപ്പോസിറ്റ് ഉള്ളത്, ഇപ്പോൾ UVW അതിന് ഓപ്പോസിറ്റുള്ള UVW ആദ്യം ഒരിക്കൽ ബ്ലിങ്ക് ചെയ്യും, പിന്നെ ബ്ലിങ്ക് ചെയ്യും, പിന്നെ ബ്ലിങ്ക് ചെയ്യും. അങ്ങനെ പതുക്കെ ബ്ലിങ്ക് ചെയ്ത് പിന്നെ ഹൈ സ്പീഡിലോട്ട് അങ്ങ് പോകും. അപ്പോൾ അത് നല്ല റണ്ണിങ്ങിലോട്ടാവും ആ ഒരു റൊട്ടേഷൻ. മറ്റേ UVW കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ റണ്ണിങ് ചെയ്ത് ഒരു റൗണ്ട് അടിച്ച് വരും. പക്ഷേ ഇതിൽ റൗണ്ട് അടിക്കത്തില്ല, ജസ്റ്റ് ഇത് രണ്ടും കത്തും. നമ്മൾ വയർ കൊടുക്കുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ആദ്യം ഈ UW ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ആ ഒരു കണക്ഷനിലുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യം ഈ രണ്ട് ലൈറ്റ് കത്തിയിട്ട് പിന്നെ പതുക്കെ ഈ ഒരു രണ്ട് ലൈറ്റും ഇങ്ങനെ പതുക്കെ ബ്ലിങ്ക് ചെയ്ത് കത്തി നല്ല RPM പോകും. അത് നമുക്ക് ഈ ടെസ്റ്ററിലൂടെ തന്നെ കാണാൻ കഴിയും. ഈ ടെസ്റ്റർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, ഞാൻ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഓക്കെ. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റർ ഇതിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നോർമൽ ഒരു ഫ്രിഡ്ജ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രീതിക്ക് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ക്വിക്ക് സ്റ്റാർട്ട് കൊടുക്കുന്നില്ല. നോർമലി ഇതെങ്ങനെ എടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാൻ പവർ കണക്ഷൻ കൊടുക്കുകയാണ്. പവർ കണക്ഷൻ കൊടുത്തപ്പോൾ തന്നെ ഈ രണ്ട് ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്ക് ആ കംപ്രസർ സ്റ്റാർട്ട് ആവുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ട് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇത് കോമണിൽ സ്റ്റാർട്ടായതാണ്. അടുത്ത റിലേ അടിച്ചിട്ട് ഇപ്പോൾ ഇതിങ്ങനെ കത്തി RPM കൂടുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അത് ഫുള്ള് ഇതാവും. ആ ഒരു ലൈറ്റ് മാത്രം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഇപ്പോൾ ഫുൾ RPMലോട്ട് മാറി. പതുക്കെ കത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിൻ്റാണത്. ഇപ്പോൾ ഇത് പവർ മോഡിലാണ് കിടക്കുന്നത്. ഇനി ഇത് കുറേ കഴിയുമ്പോഴത്തേക്കും സേഫ് മോഡിലോട്ട് മാറും. അപ്പോൾ ഈ ഒരു ബോർഡിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല, ഫുള്ള് നല്ല വർക്കിംഗ് കണ്ടീഷനിലിരിക്കുന്ന ബോർഡാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.